നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു അമ്മ തന്റെ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തീവണ്ടിയുടെ മുന്നിൽ ഇറച്ചി കഷ്ണങ്ങളായി മാറിയത്. ഇന്ന് ആ സമുദായം വിലപിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ തോല് പൊളിഞ്ഞു വീണതുകൊണ്ട് അവരൊക്കെ കള്ളക്കണ്ണീരൊഴുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ജീവിക്കാൻ വേണ്ടി 12ഓളം ആശുപത്രികളിൽ തനിക്ക് അറിയാവുന്ന തൊഴിൽ, ആ തൊഴിൽ ഒന്ന് തരണം, തനിക്ക് ജീവിക്കണം എന്ന് യാചിച്ചിട്ട് ഒരാൾ പോലും സഹരിച്ചതെ കണ്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 19 വർഷമോ 12 വർഷമോ 15 വർഷമോ ഒന്നും അല്ല. എത്ര വർഷം കഴിഞ്ഞാലും പഠിച്ച പണി മറക്കില്ല എന്നാണ്. പഠിച്ച പണി കൈകൊണ്ട് എടുത്ത ജോലിയാണ് എന്നുണ്ടെങ്കിൽ, അത് പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് മറക്കാൻ ഒരു സാധ്യതയുമില്ല. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം ഒരു പ്രയാസം അനുഭവിക്കുമായിരിക്കും. പക്ഷെ മൂന്നാമത്തെ ദിവസം മുതൽ നല്ല പരിചയസമ്പന്നയായ ഒരു 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 ജോലിക്കാരിയായി അത് മാറുമെന്ന കാര്യത്തിൽ, ഒരു ജോലിക്കാരനായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നഴ്സിംഗ് ജോലി എന്നല്ല, ഏത് ജോലിയും അങ്ങനെ തന്നെ. പിന്നെ അറിയാൻ കഴിയാത്തത് ഏറ്റവും പുതിയ, അവരൊരു പക്ഷേ ജോലി നിർത്തിയതിനു ശേഷം വന്നിട്ടുള്ള മെഡിസിൻസ് ആണ്. മെഡിസിൻ കുറിക്കുന്നത് ഡോക്ടറാണ് എന്നതുകൊണ്ട് അതിൽ യാതൊരു പേടിക്കേണ്ടതില്ല എന്നതാണ് വസ്തുത. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ എന്തിനാണ് ഇവരെ മാറ്റി നിർത്തിയത് എന്ന് ചോദിച്ചാൽ, അവരുടെ തന്നെ സമുദായത്തിലുള്ള ആ ഒരു അച്ഛൻ, അങ്ങനെ തന്നെ ഒരു പുരോഹിതൻ, ആ പുരോഹിതന്റെ കടുംപിടുത്തം, ഇവരുടെ ഏത് ആശുപത്രി ചെന്നാലും എവളെയാണ് ജോലിക്കെടുക്കരുത്, അവൾ പട്ടിണി കിടന്ന് ചാകട്ടെ, അവൾ ആത്മഹത്യച്ചിട്ടെ എന്ന് ചെയ്യട്ടെ എന്നുള്ള നിലപാടെടുത്തത് കൊണ്ടാണ്. അതായത് അവരുടെ സമുദായാംഗങ്ങളും സമൂഹാംഗങ്ങളും മുഴുവൻ ആൾക്കാരും അവർ നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. പിന്നെ എന്താ ഇവിടെ ചെയ്യേണ്ടി? ഇവർ വേണ്ടാത്ത വല്ല പരിപാടിക്ക് പോകണമായിരുന്നോ? എന്നാൽ ഇതല്ലല്ലോ പറയുന്നത്. ആ കുട്ടികളെ കൂടെ കൊണ്ടുപോയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അധ്വാനിക്കാൻ മനസ്സുള്ള, അവർക്ക് ഒരു ജോലി കൊടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അനാഥരായി പോകുന്ന ആ രണ്ട് കുട്ടികളെ ആരാണ് സംരക്ഷിക്കുക? ആരെങ്കിലും സംരക്ഷിക്കുമോ? ഇന്ന് സംരക്ഷിക്കാമെന്ന് വീമ്പിളക്കുന്നവർ ആരും തിരിഞ്ഞു നോക്കില്ല. ഇത് ഒരു ജ്ഞാനായ സമുദായമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം മാത്രമല്ല, എല്ലാ സമൂഹത്തിലും ഇതുണ്ട്. എല്ലാ സമുദായവും എല്ലാ സമൂഹവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നതിന് തെളിവ് ഞാൻ തരാം. ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ വ്യക്തി ഇതിനു മുമ്പ് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, വീൽ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്, ഓട്ടോറിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ട്, വിവാഹം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരുടെ നല്ല സമയത്ത്. പക്ഷേ 10-45 ലക്ഷം രൂപയുടെ ബാധ്യതകളുമായി ആകെ പിടുത്തം വിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കണ്ടെത്തിയത് പാതിരാത്രി 2 മണിക്കാണ്. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പാലത്തിൽ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു, പാലത്തിന്റെ സൈഡിൽ. കൃത്യമായി ഇടപെടൽ അവിടെ നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ഒരു കുറെ വാഗ്ദാനം കൊടുക്കലല്ല, അവർക്ക് വേണ്ടി കൈനീട്ടിയപ്പോൾ ഞാനും കേട്ട് കുറെ ചീത്തപ്പേരുകൾ. അവരെ തെരുവിൽ ഇങ്ങനെ നിർത്തി കാണിക്കണം, അവരുടെ ചിത്രം കാണിക്കണമെന്ന്. അങ്ങനെ ചിത്രം കാണിച്ചിരുന്നെങ്കിൽ അവര് ഇന്ന് ജീവിച്ചിരിക്കില്ല. കാരണം ഈ പണം കൊടുക്കാനുള്ള വ്യക്തികൾ ഇവർ ഈ നിലയിൽ എത്തിയത് അറിയില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഇവിടെ നിക്ഷേപം കൊടുത്തിട്ടുള്ളവർ, എന്തെങ്കിലും ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തവർ, അങ്ങനെ പാൽമുക്താദരൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പൊളിഞ്ഞു പോകുന്ന ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടിളകിയാണ് വരുന്നത് എന്നതുപോലെ ഈ പറഞ്ഞ 10-45 ലക്ഷം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടിളകി അവരുടെ വീട്ടിലേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാൻ 45 രൂപ പോലും കയ്യിലില്ല. ആ വണ്ടിക്ക് അടിക്കാനുള്ള 500 രൂപ കൂടി ഞാനാണ് കൊടുക്കുന്നത്, എണ്ണ അടിക്കാനുള്ള 500 രൂപ കൂടി. അതുകൂടി ഇല്ലാത്തൊരു കുടുംബം പിന്നെ എന്ത് ചെയ്യണം? അവർ പലരോടും സഹായം ചോദിച്ചു. പലരും സാധനം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും കൈപിടിച്ച് കയറാൻ വേണ്ടി പലരോടും സഹായം ചോദിച്ചു, കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യുക അല്ലാതെ മാർഗമില്ല. 2 പെൺകുട്ടികൾ, അതുപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആ സമയത്താണ് എന്റെ മുന്നിൽ നിന്ന് പെടുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടിയത്. കേവലം 7 ലക്ഷം രൂപയ്ക്ക് അവരുടെ തൽക്കാലം അവരെ പിടിച്ചു നിർത്താനും വീണ്ടും ട്രാക്കിലേക്ക് കയറാൻ കഴിയുമെന്ന് മനസ്സിലാകുമ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. 7 ലക്ഷമല്ല സഹോദര, വെറും 70 രൂപയ്ക്കും ചിലപ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്തെന്ന് വരും. അത് ആ സാഹചര്യം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊന്നും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല, അതുകൊണ്ടാണ്. അതിനൊരുപാട് ചീത്തപ്പേര് ഞാൻ കേട്ടു. അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്ത് അവർ ഇന്ന ആളാണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിന്ന് ജീവിച്ചിരിക്കില്ല എന്നതാണ് സത്യം. കാരണം അവർക്ക് ആ എമൗണ്ട് കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല പിന്നെ ആ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടുള്ള, ഇതിനു മുമ്പും എൻ്റെ പല കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള പലരും ചേർന്ന് 2.25 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നു. ബാക്കിയുള്ള പൈസ എൻ്റെ കമ്പനി ഉണ്ടാക്കാൻ ഞാൻ വെച്ചിരുന്ന പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ട് ഞാൻ അവരെ കാര്യങ്ങൾ തൽക്കാലം തീരുമാനമാക്കി. ഇതറിഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കാലിഫോർണിയയിലുള്ള ഒരാൾ എന്നെ സഹായിക്കുകയും ചെയ്തു, സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്തിനാ നടക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും അല്ലാത്ത സഹായങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് കുടുംബത്തെയും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. ശരിയായ സമയത്ത് ഒരു കണ്ണ് അവിടെ എത്തണം. ഈ യുവതിയെയും ആ 2 കുട്ടികളെയും അകറ്റി നിർത്തുമ്പോൾ, ജോലിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, ഇവരുമായി ബന്ധപ്പെടുന്ന ഏതായാലും അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരും എല്ലാം ഇവരുമായിട്ട് സഹകരിക്കുന്നുണ്ടാവുമല്ലോ. ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് അന്വേഷിക്കാമല്ലോ. ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല, ഭർത്താവ് പണം കൊടുക്കുന്നില്ല, അതുപോലെ ആരും സഹായിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ
ഇവരെവിടെ നിന്നാണ് സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അന്വേഷിക്കണ്ടേ? വായു ഭക്ഷിച്ചുകൊണ്ട് കിടക്കണമെന്നൊന്നും അന്വേഷിക്കണ്ടേ? അറിയണമല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. അവർ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരാന് കിടന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രം ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ശരി. അത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും അറിയുകയും ചെയ്തേനെ, അവിടെയും ആഭിസാരിക എന്ന് മുദ്ര കുത്തിയേനെ. ഏതായാലും അവർ അത് ചെയ്തില്ല. അവർ ചെയ്ത മാർഗം ഏറ്റവും ശരിയായ മാർഗമാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട്, ആരും അവരെ സഹായിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. അതാണ് അവരുടെ മാർഗം. എന്നാൽ അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ ഇത്രയും കാലത്തിനിടയ്ക്ക് എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു പോണത്, ആരാണ് അവരെ സഹായിക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതറിയാമായിരുന്നല്ലോ. പലരും കള്ളക്കണ്ണീർ ഒഴുക്കുന്നല്ലോ, തൊട്ടടുത്തുള്ളവരും. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഒരു വാക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തേനെ. എന്ത് ചെയ്തേനെ? നിങ്ങൾ ഒലത്തിയേനെ. നിങ്ങളൊരു തേങ്ങയും ചെയ്യില്ലായിരുന്നു. ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള 40 വീടുകളിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആ 40 വീടുകളിൽ പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാൻ കഴിയും? നിങ്ങളുടെ അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാൻ കഴിയും? അറിയില്ല. അതറിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൊടുക്കുന്ന കണ്ണീർ വെറും മുതലക്കണ്ണീരാണ്, വെറും കള്ളക്കണ്ണീരാ. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങ് ഒലത്തിയേനെ എന്നുള്ളത്. ഒരൊലത്തലുമില്ല. ആ യുവതി ഷൈനിയും ആ 2 കുട്ടികളും അവർ മരണപ്പെട്ടത് അത് അവരുടെ വിധി. അവർക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കുടുംബത്തെ കൈപിടിച്ച് വരുത്തിയതുപോലെ ആരും അറിയാതെ കൈപിടിച്ച് വരുത്തുന്ന ആരെങ്കിലുമൊക്കെ വേണം. ഇതവർക്ക് മാന്യമായ ഒരു ജോലി അറിയാമായിരുന്നു. ആ ജോലി ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു. അവിടെ ഒരു പള്ളിയിലച്ചൻ പണ്ടാരടക്കി എന്നാണ് കേട്ടത്. ആ പള്ളിയിലച്ചൻ പണ്ടാരടങ്ങി പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.